തിരുവനന്തപുരം ആയുർവേദ കോളേജിന് മുന്നിൽ ഗവർണർക്കെതിരെ ബാനർ ഉയർത്തി SFI. ഹിറ്റ്ലർ തോറ്റു, മുസോളിനി തോറ്റു, സർ CPM തോറ്റു മടങ്ങി, എന്നിട്ടാണോ രാജേന്ദ്ര എന്ന് പോസ്റ്ററിൽ. നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ ചോദിച്ചറിയാം. ചന്തു ചന്ദ്രശേഖർ ഉണ്ട് വിശദാംശങ്ങളുമായി. ചന്തു, എന്താണ് അവിടുത്തെ സാഹചര്യം? എല്ലായിടത്തും പ്രതിഷേധം കനക്കുന്ന സാഹചര്യമാണ്. അവിടെ വ്യക്തമായൊരു മുദ്രാവാക്യമൊക്കെ ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധമാണെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് സാഹചര്യം? സംഗീത, അല്പസമയം മുൻപാണ് തിരുവനന്തപുരം ആയുർവേദ കോളേജിൽ ഇത്തരത്തിൽ SFI പ്രതിഷേധ സൂചകമായി ബാനർ ഉയർത്തിയത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹിറ്റ്ലർ തോറ്റു, മുസോളിനി തോറ്റു, സർ CPM തോറ്റു മടങ്ങി, എന്നിട്ടാണോ രാജേന്ദ്ര എന്ന തരത്തിലാണ് പോസ്റ്റർ ഇവിടെ ഉയർത്തിയിരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി തന്നെ ഗവർണർക്കെതിരെ പ്രതിഷേധം ഉയർത്താൻ SFI നേരത്തെ തീരുമാനിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം കോളേജുകളിൽ ഇത്തരത്തിൽ ബാനർ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരം ആർട്സ് കോളേജിൽ കഴിഞ്ഞ ദിവസം, സംസ്കൃത കോളേജിൽ കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു ബാനർ SFI ഉയർത്തി പ്രതിഷേധിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ ആയുർവേദ കോളേജിലും ബാനർ ഇത്തരത്തിൽ ഉയർത്തിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗവർണർക്കെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയരുന്നുണ്ട്. ഭരണഘടനാപരമായ സ്ഥാപനത്തിൽ ഇത്തരത്തിൽ RSSന്റെ ശാഖകളിൽ ഉപയോഗിക്കുന്ന ഭാരതാംബയുടെ ചിത്രം ഉപയോഗിച്ചു എന്ന ഒരു കാര്യം, ആ നിലപാടിൽ ഗവർണർ ഉറച്ചു നിൽക്കുന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. പ്രധാനമായും സർവകലാശാലകളുടെ ചാൻസലർ എന്ന നിലയ്ക്ക് കൂടി ഗവർണർക്ക് അധികാരമുണ്ട്. അതുകൊണ്ട് സർവകലാശാലകളിലും കോളേജുകളിലും ക്യാമ്പസുകളിലും ഒക്കെ ഇത്തരത്തിൽ SFI ഗവർണർക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം ABVP ഇതിനെതിരെ ഗവർണറെ അനുകൂലിച്ചുകൊണ്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങളും മന്ത്രി V ശിവൻകുട്ടിക്കെതിരെയും ഒക്കെ നടത്തിവരുന്ന സാഹചര്യവുമുണ്ട്. ഇപ്പോൾ SFIക്ക് സ്വാധീനമുള്ള SFI ശക്തരായിട്ടുള്ള ക്യാമ്പസുകളിൽ വലിയ പ്രശ്നങ്ങൾ ഒന്നും ഇല്ല. ഇത്തരത്തിൽ ബാനർ ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട് അവർ ബാനർ ഉയർത്തുന്നു, ഗവർണർക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. പക്ഷേ മറ്റ് സംഘടന ABVP ഉള്ള കോളേജുകളിൽ ഇത്തരത്തിൽ പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് പോലീസിന്റെ ഒരു വിന്യാസവും ഇത്തരത്തിൽ ബാനർ ഉയർത്തുന്ന കോളേജുകളുടെ ഫ്രണ്ടിലുണ്ട്. ഇവിടെയും അത്തരത്തിൽ പോലീസിന്റെ ഒരു വിന്യാസം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അല്പസമയം മുൻപ് 2 ABVP പ്രവർത്തകർ ഈ ബാനർ ഉയർത്തിയതിനു ശേഷം ഈ ബാനറിന്റെ അടുത്ത് എത്തുകയും അവരെ പോലീസ് അനുനയിപ്പിച്ച് മടക്കി വിടുകയും ചെയ്യുന്ന ഒരു കാഴ്ചയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള വിദ്യാർത്ഥികളുടെ ഇടയിൽ ഒരു സംഘർഷം സ്വാഭാവികമായിട്ടും ഉണ്ടാകാനുള്ള സാധ്യത പരിഗണിച്ച് പോലീസിന്റെ ഒരു വിന്യാസവും ക്യാമ്പസുകളിൽ തീർത്തിട്ടുണ്ട്. എന്തായാലും ശക്തമായി പ്രതിഷേധിക്കാൻ തന്നെയാണ് SFI തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ ക്യാമ്പസുകളിൽ ഇത്തരത്തിൽ ഗവർണർക്കെതിരെ പോസ്റ്ററുകൾ ഉയർത്തുന്നു. ശരി ചന്തു, തിരുവനന്തപുരത്താണ് ബാനർ ഉയർത്തി പ്രതിഷേധം നടന്നിരിക്കുന്നത്. ഹിറ്റ്ലർ തോറ്റു, മുസോളിനി തോറ്റു, സർ CPM തോറ്റു മടങ്ങി, എന്നിട്ടാണോ രാജേന്ദ്ര എന്ന് പോസ്റ്ററിൽ.